ഞാൻ നോക്കാം മാഡം. നോക്കാന്ന് പറഞ്ഞാ പോരാ, സന്ധ്യ ഇത് ചെയ്തേ പറ്റൂ. ഒരു കാരണവശാലും ആ 3 നോട്ടീസുകളും CKCയുടെ കയ്യിൽ കിട്ടരുത്. അവിടുത്തെ ജോലി പോണേ പോട്ടെ. മാഡം നിനക്ക് വേറെ ജോലി ശരിയാക്കി തരും. ശരി മാഡം, ആ നോട്ടീസുകൾ CKCയുടെ കയ്യിൽ കിട്ടാതെ ഞാൻ നോക്കിക്കോളാം. ദാ. ഞാനിവിടെ വെച്ചിരുന്ന ചാവിയോടെ പോയി. ആശുപത്രി പോയ ചന്ദ്രികയെ നിഖിലും ഇത്ര വേഗം തിരികെ എത്തിയോ? അവർക്കേതോ ബന്ധു വീട്ടിൽ പോണോന്നും വൈകുന്നേരം തിരികെ വരുമെന്നാണല്ലോ പറഞ്ഞത്. ചന്ദ്രികേ, നിഖിലേ, ചന്ദ്രികേ. ഞാൻ ശരിക്കും അങ്ങ് ഭയന്നുപോയി. എന്തിനാ? അല്ല, ഞാൻ വീട് പൂട്ടി ചാവി ചെടിച്ചട്ടിക്കടിയിലാണല്ലോ വെച്ചിരുന്നത്. ആശുപത്രി പോയ ചന്ദ്രികയെ നിഖിലും തിരിച്ചു വരാൻ സമയമായിട്ടില്ല. അപ്പൊ പിന്നെ ചാവി എടുത്ത് വീട് തുറന്നത് ആരാണെന്നോർത്ത് ഞാൻ പേടിച്ചുപോയി. ഓ അങ്ങനെ. അല്ല, മോൻ തനിച്ചാണോ വന്നത്? നിധി വന്നില്ലേ? ചാവി ചെടിച്ചട്ടിയിലുണ്ടാവുമെന്ന് അറിയായിരുന്നു അല്ലേ? ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഒന്ന് വിളിച്ചു പറയായിരുന്നല്ലോ. എങ്കി പിന്നെ മോൻ എത്തുന്നതിന് മുന്നേ ഞാനിങ്ങ് തിരിച്ചു വന്നേനല്ലോ. വിളിച്ചിട്ട് എന്ത് കാര്യം? ഓടുന്നതിനിടയിൽ ഒന്ന് ഫോൺ എടുക്കാനൊക്കെ അമ്മയ്ക്ക് പറ്റുമോ? പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന ഒരാൾക്ക് എന്റെ കോളൊന്നല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ വിളിച്ചാലും ആ സമയത്ത് ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. മോനെ, അത് മോൻ എന്നെ കണ്ടായിരുന്നോ? ഞാൻ കണ്ടോ ഇല്ലയോ എന്നതല്ല ഇവിടുത്തെ വിഷയം. ആ CKC അമ്മയും തമ്മില് വേറെ എന്ത് ബന്ധമുള്ളത്? നടു റോഡിൽ അയാൾ അമ്മയെ പിടിക്കാനായിട്ട് പുറകെ ഓടണമെങ്കിൽ അതത്ര നിസ്സാര കാര്യമായിരിക്കില്ലല്ലോ. പറയാമേ, എന്തിനാ ചന്ദ്രബോസ് എന്റെ അമ്മയുടെ പുറകെ വന്നത്? ഓടിയത് എന്തിനാണമ്മ? എനിക്കത് അറിയണം. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പറയാമേ, അയാൾ എന്തിനാ അമ്മയെ പിന്തുടർന്നു വന്നത്? അത് പിന്നെ ഞാൻ CKCയുടെ ഓഫീസിൽ അയാളെ പറ്റിച്ച് കിച്ചൺ സ്റ്റാഫായി ജോലി ചെയ്തില്ലായിരുന്നോ? അത് കാരണമാണല്ലോ അയാൾ ഒളിപ്പിച്ചിരുന്ന പവിത്രനെ നിധിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയത്. ഇപ്പൊ അയാള് ആ സ്റ്റാഫ് ഞാനായിരുന്നു എന്ന് മനസ്സിലാക്കി കാണും. അതുകൊണ്ടായിരിക്കും അയാൾ പുറകെ വന്നത്. അല്ല, അല്ലേ അല്ല. അമ്മ ഇപ്പൊ പറഞ്ഞ കാര്യം ഒട്ടും വിശ്വസനീയമായ ഒന്നല്ലല്ലോ അമ്മേ. CKCയുടെ തനി സ്വഭാവം എന്താണെന്ന് നമുക്കറിയാമെങ്കിലും സമൂഹത്തിനു മുമ്പിൽ ഒരു നിലയും വിലയും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആളാണ് ഈ CKC. ആ ഇമേജിന് ഒരു പോറൽ പോലും ഏൽക്കാതെ തലയുയർത്തിപ്പിടിച്ച് തന്നെ സമൂഹത്തിന് മുന്നിൽ നിൽക്കാൻ ശ്രമിക്കുന്നവനുമാണ് ആ CKC. അങ്ങനെയുള്ള അയാൾ അമ്മയുടെ പുറകെ നടുത്തെരുവിലൂടെ അങ്ങനെ ഓടണമെങ്കിൽ അതിനമ്മ ഈ പറഞ്ഞ കാരണം മതിയാവില്ലല്ലോ. CKC അമ്മയെയും അമ്മ CKCയെയും ഒരുപോലെ ഭയക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം കൃത്യവും വ്യക്തവും ശക്തവുമായ എന്തോ ഒരു കാരണം അതിന്റെ പിന്നിലുണ്ടെന്ന് തന്നെയാണ്. എനിക്കതെന്താണെന്ന് അറിഞ്ഞേ പറ്റൂ, അല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഞാൻ വീട്ടിലേക്ക് ചെല്ലാതാവുമ്പോ ആദ്യം നിധി അന്വേഷിച്ചു വരും. അത് കഴിഞ്ഞ് പാർവതി അമ്മയും ഇവിടേക്ക് വരും. അങ്ങനെയാണെങ്കിൽ അത് നന്നായെന്ന് കരുതിയാൽ മതി. ഇന്നത്തോടെ എല്ലാം അങ്ങ് കലങ്ങി തെളിയട്ടെ.
നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നതിനെ കുറിച്ചുള്ള കൃത്യമായൊരു മറുപടി കിട്ടാതെ, ആ മറുപടി എനിക്ക് വിശ്വാസയോഗ്യമാണെന്ന് തോന്നാതെ ഞാൻ ഇവിടുന്ന് പോകുമെന്ന് കരുതുകയേ വേണ്ട. അല്ലെങ്കിൽ വേണ്ട, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. മോൻ ആരെയാ വിളിക്കാൻ പോകുന്നേ? വേറെ ആരെ വിളിക്കാൻ? ഞാൻ നേരിട്ട് CKC തന്നെ വിളിക്കാം. എന്നിട്ട് താൻ എന്തിനാണോ എന്റെ അമ്മയുടെ പുറകെ ഓടിയെന്ന് ചോദിക്കാം. അതും അല്ലെങ്കിൽ അയാളെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താം. കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന്റെ സാക്ഷിയാവാൻ വേണ്ടി നിധിയെയും അമ്മയും വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറയാം. എന്തു പറയുന്നു? അതാണ് നല്ലത്. ഞാൻ വിളിക്കട്ടെ? ഏയ് മോനെ, വേണ്ട. വേണം. നിനക്ക് സത്യം അറിഞ്ഞ പോരെ, അത് ഞാൻ പറയാം. മനഃപൂർവ്വം തന്നെയാ അത് ഞാൻ നിന്നോട് പറയാതിരുന്നത്. കാരണം ഞാൻ പറയുന്ന കാര്യം കേട്ടാൽ മോൻ പിന്നെ CKC ജീവനോടെ വെച്ചേക്കില്ല. ആ സത്യം പറയുന്നതിന് മുന്നേ ഇതിന്റെ പേരിൽ ഒരിക്കലും CKC ആയി ഒരു പ്രശ്നത്തിനും പോവില്ലെന്ന് നീ എനിക്ക് സത്യം ചെയ്തു തരണം. അപ്പൊ അതത്ര ഗൗരവമുള്ള പ്രശ്നമാണല്ലേ? അയാളുമായി ഒരു പ്രശ്നത്തിന് പോവോ ഇല്ലയോ അത് പറ ആദ്യം. പ്രശ്നം ഉണ്ടാക്കേണ്ട വിഷയമാണെങ്കിൽ അതങ്ങനെ തന്നെയല്ലേ ചെയ്യാൻ പറ്റൂ. അയാളുമായി നേരിട്ടൊരു പ്രശ്നത്തിന് പോയാ പിന്നെ ഞാൻ ജീവനോടുണ്ടാവില്ല. എന്ത് വേണമെന്ന് മോൻ തന്നെ തീരുമാനിക്കും. ശരി, ഞാൻ അയാളുമായിട്ട് ഒരു പ്രശ്നത്തിനും പോവില്ല. അമ്മ കാര്യം പറ. അത് CKCക്ക് എന്നെ വളരെ കാലം മുന്നേ തന്നെ അറിയാം. പണ്ട് മുതലേ ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നടക്കുകയായിരുന്നു. എന്തിന്? അമ്മ അത് പറ. അത് പിന്നെ പണ്ട് അയാൾ ചെയ്ത ഒരു കൊലപാതകത്തിന്റെ ഒരേ ഒരു ദൃക്സാക്ഷിയായിരുന്നു ഞാൻ. ആ കേസ് കോടതി വന്നപ്പോ ഒന്നാം സാക്ഷിയായി പോലീസ് വെച്ചിരുന്നത് എന്റെ പേരാണ്. ഞാൻ കോടതി കയറി മൊഴി കൊടുത്താൽ CKC ജയിലിൽ പോകുന്നുള്ള കാര്യം ഉറപ്പാ. പലവട്ടം അയാൾ ആവശ്യപ്പെട്ടിട്ടും മൊഴി കൊടുക്കില്ല ഞാനെന്ന് ഇന്നോളം പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ ആ കേസിന്റെ വിചാരണ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുക. എന്റെ ഒരു മൊഴിയാ അയാളുടെ ഭാവി തീരുമാനിക്കുന്നത്. എന്നെങ്ങോ കൊല്ലാൻ വേണ്ടി തന്നെയാ അയാൾ പുറകെ നടക്കുന്നത്. എന്റെ അമ്മയെ കൊല്ലാൻ CKC മനസ്സിൽ ചിന്തിച്ചെന്ന് പോലും ഞാൻ അറിഞ്ഞാൽ പിന്നെ അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. ഇന്ന് തന്നെ തീർക്കും ഞാൻ അവനെ. മോനെ ഗൗതം, എന്താ ഇത്? നോക്ക്, ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് നീ എനിക്ക് വാക്ക് തന്നതാ. ഒന്നിനും പോവല്ലേ മോനെ, പറയുന്നത് കേക്ക്.